ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ അഗൈൻ. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറയാൻ പോകുന്ന ISO 9001-ൻ്റെ 4ാമത്തെ ക്ലോസ്, അതായത് കോണ്ടസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഈ കോണ്ടസ്റ്റ് ഞാനിപ്പോൾ ഓരോ 70-0-5 നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ ഓരോ ക്ലോസും സബ് ക്ലോസും വായിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. ഇത് അങ്ങനെ ചെയ്യുന്നില്ല, ഇത് ബ്രീഫ്ലി ഞാൻ നിങ്ങൾക്ക് ക്ലോസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ കോണ്ടസ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ, അതായത് ഒരു ഓർഗനൈസേഷൻ നിങ്ങൾ എന്ത് പർപ്പസിനാണ് ഈ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരെ ഉദ്ദേശിച്ചാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ അറിയണമല്ലോ. നമ്മൾ അതിൻ്റെ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ അറിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രാംസും പോളിസീസും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ക്വാളിറ്റി മാനുവലും പ്രൊസീജിയറും എല്ലാം അതിനനുസരിച്ചായിരിക്കണം. അപ്പോൾ അതാണ് ഈ കോണ്ടസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ അണ്ടർസ്റ്റാൻഡിങ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് കോണ്ടസ്റ്റ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ്, എന്തിനാണ്, എവിടെ വെച്ചിട്ടാണ് ഈ ഓർഗനൈസേഷൻ നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന ISO 9001 ആണ്. ഇതൊരു ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഇത് എവിടെ വേണമെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതായത് ഏത് ഓർഗനൈസേഷനും, ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലോ, ഒരു ഏതെങ്കിലും ഒരു സ്കൂളിലോ, ഒരു ട്രേഡിങ്ങുകളിലോ, എവിടെ വേണമെങ്കിലും നിങ്ങൾക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സ്കൂളിലോ ഹോസ്പിറ്റലിലോ എല്ലാം ചെയ്യാം. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ദ 4.2 പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ നീഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് ദി ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. അപ്പോൾ ആദ്യം നമ്മുടെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓർഗനൈസേഷനോട് ബന്ധപ്പെട്ട ആൾക്കാർ, അതാണ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. നമ്മുടെ സപ്ലയേഴ്സ്, നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ ഓൺ സ്റ്റാഫ്, എംപ്ലോയീസ്, അതായത് പിന്നെ ഗവൺമെൻറ് അതോറിറ്റീസ്, ഇതെല്ലാമാണ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ഇവരെല്ലാം മുന്നിൽ കണ്ട് ഇവരൊക്കെ എന്താണോ നമ്മുടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കണം നമ്മുടെ അവിടുത്തെ പ്രൊസീജിയറും പോളിസീസും ആക്ടിവിറ്റീസും എല്ലാം. എന്നാലും നമുക്ക് അതിനനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റും. നമ്മളിത് അറിഞ്ഞിരിക്കണം, എന്താണ് ഇവർക്ക് നമ്മളിൽ നിന്ന് എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇവർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സൊസൈറ്റി അറ്റ് ലാർജ്, അത് നമ്മളിപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനി ഉണ്ടാക്കുകയാണ്, കുറേ പൊള്യൂട്ടൻ്റ് വരികയാണ്. അപ്പോൾ നമ്മൾ അവിടെ പൊള്യൂട്ട് ചെയ്യാണ്, വായുവോ അല്ലെങ്കിൽ ജലമൊക്കെ പൊള്യൂട്ട് ചെയ്യാണ് ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഫാക്ടറിയിൽ. അത് അവർ ഇഷ്ടപ്പെടുന്നില്ല, ചുറ്റുവട്ടത്തുള്ള സൊസൈറ്റി അത് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഗവൺമെൻറ്റിന് പല റെഗുലേഷൻസും പല റൂൾസും ഒക്കെ ഉണ്ടായിരിക്കും. അതാണ് ഗവൺമെൻറ്റിന് വേണ്ടത്. അപ്പോൾ നമ്മളുണ്ടാക്കുന്നത് അതിനും അനുസരിച്ചായിരിക്കണം, സൊസൈറ്റിക്ക് അനുസരിച്ചായിരിക്കണം. പിന്നെ നമ്മുടെ സപ്ലയറും നമ്മുടെ കസ്റ്റമറും എന്താണ്, ഏത് ടൈപ്പ് പ്രൊഡക്റ്റാണ് നമ്മുടെ കസ്റ്റമർ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ആ രീതിയിലായിരിക്കണം. നമ്മുടെ എംപ്ലോയീസ് നമ്മുടെ ഏത് രീതിയിലുള്ള സാലറിയോ ഇൻസെൻറ്റീവോ മറ്റ് പേസ് ആൻഡ് പെർസൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ ജീവിക്കാൻ എത്ര കൊടുക്കണം, മിനിമം വേജസ്, ഇതെല്ലാം മുന്നിൽ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമല്ലേ നമുക്ക് ഇതിനെ ഓർഗനൈസേഷൻ ഭംഗിയായി കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. ആ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് ഇതെല്ലാം അപ്ലിക്കബിൾ ആണ്, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അതാണ് 4.2 അണ്ടർസ്റ്റാൻഡിങ് ദ നീഡ് ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് ദ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. പിന്നെ ഡിറ്റർമൈനിങ് ദ സ്കോപ്പ് ഓഫ് ദ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ സ്കോപ്പ് എത്രത്തോളം, എന്താണ്, ഏത് രീതിയിലൊക്കെ നമ്മൾ അതിന് പോകണം, ഇതിൻ്റെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഇഷ്യൂസ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് നീഡ്സ്, സ്റ്റേക്ക് ഹോൾഡറിൻ്റെ ആവശ്യങ്ങൾ, പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. എക്സ്ക്ലൂഷൻ ആർ അലൗഡ് ഓൺലി ഇഫ് ദേ ഡോണ്ട് എഫക്ട് ദ എബിലിറ്റി ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്. ഏതെങ്കിലും എക്സ്ക്ലൂഷൻ വേണമെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റിൻ്റെ ആ എന്ത് തരം പ്രൊഡക്റ്റാണ് സർവീസ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ അതിന് അനുസരിച്ചിട്ട് അതിന് ദോഷകരമായ രീതിയിലുള്ള ഒരു എക്സ്പെക്റ്റേഷനും നമ്മൾ അനുസരിക്കേണ്ട കാര്യമില്ല. പിന്നെ 4.4 ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് പ്രോസസ്സസ്. ഈ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറേ പ്രോസസ്സുകൾ ചേർന്നതാണ്. അപ്പോൾ നമ്മൾ അതൊരു പ്രോസസ്സ് അപ്രോച്ചാണല്ലോ സിനിമൻ്റെ. ഇപ്പോൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ്. അപ്പോൾ ഈ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ കുറേ കൊച്ചു പ്രോസസ്സ് ചേർന്നാണ് ഈ ടോട്ടൽ പ്രോസസ്സ്. ഇപ്പോൾ റോ മെറ്റീരിയൽ വരുന്നു. ഇപ്പോൾ റോ മെറ്റീരിയലിൻ്റെ പ്രിലിമിനറി ഇൻസ്പെക്ഷൻ ഇറ്റ്സ് എ പ്രോസസ്സ്. ആ പ്രിലിമിനറി ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടേബിളിലേക്ക് അത് പോകുന്നു. പിന്നെ അതൊരു വേറെ പ്രോസസ്സ്. അപ്പോൾ അത് ആദ്യം തന്നെ ഈ പ്രിലിമിനറി ഇൻസ്പെക്ഷന് മുമ്പ് തന്നെ ആ അൺപാക്കിങ് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പിന്നെ അതിൻ്റെ ക്വാളിറ്റി ചെക്ക്, അതാണ് പ്രിലിമിനറി ഇൻസ്പെക്ഷൻ വരിക. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതിൻ്റെ ക്ലീനിങ് ഒരു പ്രോസസ്സായിട്ട് വരും. പിന്നെ ഡിഫറെൻറ്റ് റോ മെറ്റീരിയൽ ഡിഫറെൻറ്റ് ടേബിളിലേക്ക് പോകുന്ന ട്രാൻസ്പോർട്ടേഷൻ തന്നെ ഒരു പ്രോസസ്സാണ്. പിന്നെ അവിടെ പോയിട്ട് ഇതിനുള്ള മറ്റ് ആക്ടിവിറ്റീസ്, അങ്ങനെ ഓരോ ടേബിളിലും പല പ്രോസസ്സുകളായിട്ട്. പിന്നെ അതിൻ്റെ അതിൻ്റെ ബില്ലിങ്, അതിൻ്റെ ഡിസ്പാച്ച്, അതിൻ്റെ മാർക്കറ്റിംഗ്, അതിൻ്റെ സെയിൽസ് എല്ലാം കൊച്ചു കുറേ പ്രോസസ്സാണ്. ഇതിനെല്ലാം ഓരോ പ്രോസസ്സ് ഓണേഴ്സ് ഉണ്ടാവും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഉണ്ടാവും, കുറേ എംപ്ലോയീസ് ഉണ്ടാവും. ഇങ്ങനെ കുറേ കൊച്ചു പ്രോസസ്സ് എല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം.
അപ്പോൾ അതിനെക്കുറിച്ച് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ആൻഡ് ഇംപ്രൂവ് ദ QMS ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ്, അതിൻ്റെ സീക്വൻസ്, റെസ്പോൺസിബിലിറ്റീസ്, റിസ്ക്, അതിൻ്റെ പെർഫോമൻസ് എവാലുവേഷൻ, ഇതൊക്കെ ബാക്കി ഓരോ പ്രോസസ്സും എങ്ങനെ പെർഫോം ചെയ്യുന്നതും കൂടി അതിനെ എവാലുവേറ്റ് ചെയ്യണം. അതിനെന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ അതിന് കറക്റ്റീവ് ആക്ഷൻ നടപ്പാക്കുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാമാണ് ഈ 4 പോയിന്റ് കോണ്ടസ്റ്റ് ഓഫ് ഓർഗനൈസേഷനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അതിൻ്റെ സബ് ക്ലോസസുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഓരോ ഇത് മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ആ സബ് ക്ലോസസ് എല്ലാം വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ലീഡർഷിപ്പിനെ കുറിച്ച് പറയാം. ഓക്കെ, താങ്ക് യു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് നെക്സ്റ്റ് ക്ലോസ് നമ്പർ 5 ലീഡർഷിപ്പിനെ കുറിച്ച് സംസാരിക്കാം. താങ്ക് യു.